ഈ വിഷയത്തിൽ സർക്കാർ തുടർച്ചയായ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടത്. പരീക്ഷാഫലം റദ്ദാക്കി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവയ്ക്കുകയായിരുന്നു. ഇന്ന് കോടതിയിൽ നടന്ന സംഭവവികാസങ്ങളുടെ വിശദാംശങ്ങൾ ഷബന സിയാദ് നൽകും. ഷബന പറയൂ. ഇന്നലെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ടായത്. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെ തുടർന്ന് സർക്കാർ അടിയന്തരമായി തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ അപ്പീൽ അടിയന്തരമായി ഇന്ന് പരിഗണിക്കണമെന്ന് AG രാവിലെ തന്നെ കോടതിയിൽ മെൻഷൻ ചെയ്തു. പിന്നീട് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചു. അഡ്വക്കേറ്റ് ജനറൽ വിശദമായ വാദവും നടത്തി. മാർക്ക് ഏകീകരണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിഷ്കാരം കൊണ്ടുവന്നത് എന്നതായിരുന്നു സർക്കാരിൻ്റെ വാദം. ഒരേ രീതിയിൽ കേരള സിലബസിലെയും CBSE സിലബസിലെയും വിദ്യാർത്ഥികളെ ഒരേ മാനദണ്ഡത്തിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശമായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത് എന്നും അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ അപാകതയില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരി 19 പ്രോസ്പെക്ടസ് തയ്യാറാക്കിയത്. ഈ പ്രോസ്പെക്ടസ് പ്രകാരം 1:1 അനുപാതത്തിലായിരുന്നു മാർക്കിൻ്റെ അനുപാതം. എന്നാൽ പിന്നീട് ജൂലൈ 1 പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തി. ജൂലൈ 1 വൈകിട്ട് 4:48 ഈ ഭേദഗതി വരുത്തി പ്രോസ്പെക്ടസ് പുറത്തിറക്കുന്നത്. അത് പ്രകാരം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയത്തിന് 5:3:2 അനുപാതത്തിലായിരുന്നു മാർക്ക് രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് 1 മണിക്കൂറിന് ശേഷം 5:48 ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇത്തരത്തിൽ വേഗത്തിൽ നടത്തിയ നടപടിയാണ് കോടതിയിൽ ഹർജിക്കാർ ചോദ്യം ചെയ്തത്. ഇത് അപാകതയുണ്ട് എന്ന് കോടതിയും കണ്ടെത്തിയിരുന്നു. സിംഗിൾ ബെഞ്ച് തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ റിവൈസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ ഇത്തരത്തിലായിരുന്നില്ല. ധൃതി പിടിച്ചാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്ന് തന്നെയായിരുന്നു. അത് ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചിരിക്കുന്നു.